ഫിലാഡൽഫിയയിലെ ഒരു ടീ റൂമിലിരുന്ന് ഭക്ഷണം കഴിക്കവേ മാതൃദിനത്തിന്റെ സ്ഥാപകയായ അന്ന ജാർവിസ് താൻ ഓർഡർ ചെയ്ത ഒരു സാലഡ് വന്ന ഉടനെ അതെടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. കാരണം ആ സാലഡിന്റെ പേര് മാതൃദിന സാലഡ് എന്നായിരുന്നു. ഇന്ന് നമ്മൾ മദേഴ്സ് ഡേ ആഘോഷിച്ച് മാതൃദിന സന്ദേശങ്ങൾ കൈമാറുമ്പോൾ വർഷങ്ങൾക്ക് മുൻപ് മാതൃദിനം എന്ന ആശയം കൊണ്ടുവന്ന് അത് നടപ്പിലാക്കിയ അന്ന ജാർവിസ് മദേഴ്സ് ഡേ ലോകം മുഴുവൻ പ്രചാരം നേടിയതോടെ അത് പിൻവലിക്കണമെന്നും നിർത്തലാക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് തന്റെ മരണം വരെ പോരാടിയിരുന്നു എന്നതാണ് സത്യം. ധീരയായ ഇച്ഛാശക്തിയുള്ള അന്ന ജാർവിസ് എന്ന സ്ത്രീ താൻ കൊണ്ടുവന്ന മാതൃദിനം ലോകം അംഗീകരിച്ചത് ഒരു ബഹുമതിയായല്ല, മറിച്ച് തന്റെ പ്രിയപ്പെട്ട ഒരു പാരമ്പര്യത്തെ അപമാനിക്കുന്നതായാണ് കണ്ടത്. അന്ന ജാർവിസിനെ സംബന്ധിച്ചിടത്തോളം തന്റേതു മാത്രമെന്ന് കരുതിയ മാതൃദിനമെന്ന ആശയത്തെ ലോകം വാണിജ്യവൽക്കരിക്കുകയാണ് ഈ ദിനാഘോഷത്തിലൂടെ ചെയ്തിരുന്നത്. 1990കളുടെ തുടക്കത്തിൽ പ്രസിദ്ധീകരിച്ച ഒരു പത്രലേഖനത്തിൽ ഇതേക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ജാർവിസിനെയും മാതൃദിനം എങ്ങനെ ദേശീയ അവധിയായി എന്നതിനെയും കുറിച്ച് പഠിച്ച ചരിത്രകാരിയായ കാതറിൻ അന്റോളിനിയാണ് ഇതിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളയാൾ. മാതൃദിനം ഇന്നത്തെ വാണിജ്യവൽകൃത അവധിയായി മാറാതിരിക്കാൻ ജാർവിസ് പതിറ്റാണ്ടുകളോളം കഠിനമായ പോരാട്ടം നടത്തി. അവളെ സംബന്ധിച്ചിടത്തോളം ഇത് അമ്മമാരെ ആദരിക്കുന്നതിനുള്ള ഒരു ദിവസം മാത്രമായിരുന്നു. മാത്രമല്ല, തന്റെ സ്വന്തം അമ്മയുടെ സ്മരണയ്ക്കായിട്ടാണ് ജാർവിസ് ഇത് ആരംഭിച്ചത്. അതിനാൽ മറ്റാളുകൾ ഈ ആശയത്തെ തങ്ങളുടെ ലാഭത്തിനായി ഉപയോഗിച്ചപ്പോൾ ജാർവിസ് പ്രകോപിതയായി. അവൾ രാഷ്ട്രീയക്കാർക്ക് ഇതേക്കുറിച്ച് കത്തെഴുതി, വാർത്താ റിലീസുകൾ പുറപ്പെടുവിച്ചു, പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചു. മാതൃദിനത്തിന്റെ നിയമപരമായ പകർപ്പവകാശം പോലും ജാർവിസ് അവകാശപ്പെട്ടു. താൻ എഴുതി അയച്ചിരുന്ന കത്തുകളിൽ അവൾ അന്ന ജാർവിസ് മാതൃദിനത്തിന്റെ സ്ഥാപകൻ എന്ന് എഴുതി ഒപ്പുമിട്ടു. എന്നാൽ ജാർവിസിന്റെ പോരാട്ടം വെറുതെയായി. 1948 84 വയസ്സിൽ അവിവാഹിതയായും അനന്തരാവകാശികളില്ലാതെയും അവർ മരണപ്പെട്ടു. ജാർവിസ് ഇന്ന് ജീവിച്ചിരുന്നെങ്കിൽ മാതൃദിനം ജനപ്രിയമായി തുടരുന്നതിൽ ആവേശഭരിതയാകുമായിരുന്നുവെന്ന് ചരിത്രകാരി അന്റോളിനി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആളുകൾ തന്നെ ഓർക്കാത്തതിൽ അവൾ അസ്വസ്ഥയാകും. വെസ്റ്റ് വിർജീനിയ വെസ്ലിയൻ കോളേജിലെ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിലെ അന്റോളിനി പറയുന്നത് 1990കളിൽ വെസ്റ്റ് വെർജീനിയയിലെ ഗ്രാഫ്റ്റണിലുള്ള അന്താരാഷ്ട്ര മാതൃദിന ദേവാലയം സന്ദർശിച്ചപ്പോഴാണ് താൻ ജാർവിസിനെയും മാതൃദിന ചരിത്രത്തെയും കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത് എന്നാണ്. ആ ദേവാലയത്തിലായിരുന്നു ആദ്യത്തെ മാതൃദിന ശുശ്രൂഷ നടന്നിരുന്നത്. അവിടെ അവശേഷിച്ചിരുന്ന ജാർവിസിന്റെ നിരവധി എഴുത്തുകൾ അടങ്ങിയിരുന്ന ഒരു പെട്ടി ആന്റോളിനി കണ്ടെത്തി. അതിൽ അമ്മമാർക്കായി ഒരു അവധിക്കാലം സൃഷ്ടിക്കുന്നതിനുള്ള ഭ്രാന്തമായ പരിശ്രമത്തിൽ ജീവിക്കാൻ പോലും മറന്നുപോയ സ്ത്രീയെക്കുറിച്ച് കാണാമായിരുന്നു. യുഎസിലെ വെബ്സ്റ്ററിൽ ജനിച്ച ജാർവിസിന് മാതൃദിനം സൃഷ്ടിക്കാൻ പ്രചോദനം നൽകിയത് അവളുടെ അമ്മ ആൻ റീവ്സ് ജാർവിസ് എന്ന സൺഡേ സ്കൂൾ അധ്യാപികയാണ്. അവർ കുട്ടികളെ എങ്ങനെ പരിപാലിക്കണമെന്ന് സ്ത്രീകളെ പഠിപ്പിക്കാൻ മദേഴ്സ് ഡേ വർക്ക് ക്ലബ്ബുകൾ നടത്തിയിരുന്നു. മാനവികതയും അമ്മമാരുടെ ക്ഷേമവും മുന്നിൽ കണ്ട് പ്രവർത്തിച്ചിരുന്ന ഇവരുടെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു അമ്മമാരെ സ്മരിക്കുന്ന ഒരു ദിനമുണ്ടാകണമെന്നത്. എന്നാൽ 1905 അവർ മരിച്ചു. അങ്ങനെ ഇവരുടെ മകളായിരുന്ന അന്ന ജാർവിസ് അമ്മയുടെ ആഗ്രഹത്തിന് ഉത്തരം നൽകുമെന്ന് ശവകുടീരത്തിൽ വെച്ച് വാഗ്ദാനം ചെയ്തു. തുടർന്ന് അമ്മയുടെ ചരമവാർഷികത്തിന് ഏറ്റവും അടുത്തുള്ള ഞായറാഴ്ച, അതായത് മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച മാതൃദിനമായി പ്രഖ്യാപിക്കാൻ എല്ലാ സംസ്ഥാനങ്ങളുടെയും ഗവർണർമാരെ പ്രേരിപ്പിക്കുന്നതിന് അവർ നിരന്തരമായി കത്തുകൾ എഴുതാൻ തുടങ്ങി. ഫിലാഡൽഫിയയിലെ ബിസിനസ്സുകാരനും സുഹൃത്തുമായ വാനാമേക്കറിന്റെ സഹായവും അവൾ തേടി. 1908 ഗ്രാഫ്റ്റണിലെ സെന്റ് ആൻഡ്രൂസ് മെത്തഡിസ്റ്റ് എപ്പിസ്കോപ്പൽ പള്ളിയിൽ ഒരു പ്രഭാതത്തിലാണ് ആദ്യത്തെ മാതൃദിന ശുശ്രൂഷ നടന്നത്. മാത്രമല്ല, തന്റെ അമ്മയുടെ പ്രിയപ്പെട്ട പുഷ്പമായ കാർനേഷനുകൾ അവൾ നിറയെ വാങ്ങി ശുശ്രൂഷയിൽ അലങ്കരിച്ചു. അന്ന് പെൻസിൽവാനിയയിലെ വാനാമേക്കേഴ്സ് ഓഡിറ്റോറിയത്തിൽ ഉച്ചകഴിഞ്ഞ് ഒരു വലിയ ആഘോഷം നടന്നു. അവിടെ നിന്ന് മാതൃദിനത്തിന്റെ വളർച്ച ഉണ്ടായത് വളരെ വേഗത്തിലായിരുന്നു. 1910 വെസ്റ്റ് വിർജീനിയ മാതൃദിനം ഒരു അവധി ദിനമായി നിശ്ചയിച്ചുകൊണ്ടുള്ള ഒരു നിയമം പാസാക്കി. അത് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളും പിന്തുടർന്നു. എന്നാൽ ജാർവിസ് അതുകൊണ്ടും ശാന്തയായില്ല. മാതൃദിനം ദേശീയ അവധിയാക്കുന്നതിനായി അവൾ കത്തുകളും യാത്രകളും തുടർന്നു. 1914 മെയ് 8 കോൺഗ്രസ് മെയ് മാസത്തിലെ 2ാമത്തെ ഞായറാഴ്ച മാതൃദിനമായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള നിയമം പാസാക്കി. അടുത്ത ദിവസം പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഒരു പ്രസ്താവന ഇറക്കി. ആദ്യത്തെ ദേശീയ മാതൃദിനം യുദ്ധത്തിൽ മക്കൾ മരിച്ച അമ്മമാരെ ആദരിക്കാനുള്ള സമയമാണ്. എന്നാൽ സംഭവങ്ങളുടെ പോക്ക് ജാർവിസ് കരുതിയതുപോലെ ആയിരുന്നില്ല. മാതൃദിന അവധിക്കാലം ലാഭകരമാക്കുന്നതിന് പൂക്കട ഉടമകളും കാർഡ് നിർമ്മാതാക്കളും മറ്റ് വ്യാപാരികളും നന്നായി പരിശ്രമിച്ചു. 1986 വാഷിംഗ്ടൺ പോസ്റ്റ് സ്റ്റോറി അനുസരിച്ച്
അവർ എന്റെ മാതൃദിനം വാണിജ്യവൽക്കരിക്കുകയാണ്, പക്ഷേ ഞാൻ ഇതല്ല ഉദ്ദേശിച്ചത് എന്ന് ജാർവിസ് പത്രങ്ങൾക്കയച്ച കത്തിൽ പരാതിപ്പെട്ടു. 1994 ഒരു ലേഖനമനുസരിച്ച് ജാർവിസ് പുറത്തിറക്കിയ ഒരു വാർത്താക്കുറിപ്പ് ഇങ്ങനെ പറയുന്നു: അവരുടെ അത്യാഗ്രഹത്താൽ എന്റെ മികച്ചതും ശ്രേഷ്ഠവും സത്യവുമായ പ്രസ്ഥാനത്തെ വഴിതിരിച്ചു വിടുന്നതിനെതിരെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? കൂടാതെ 1923 മാതൃദിനാഘോഷങ്ങളുടെ പദ്ധതികൾക്കെതിരെ ന്യൂയോർക്ക് ഗവർണർ ആൽ സ്മിത്തിനെതിരെ കേസെടുക്കുമെന്നും ജാർവിസ് ഭീഷണി മുഴക്കിയതായി പറയുന്നു. മാത്രമല്ല, വളരെ വ്യക്തിപരവും തീർത്തും ശ്രേഷ്ഠമായും തന്റെ മാതൃദിനമെന്ന ആശയത്തെ കണ്ടിരുന്ന ജാർവിസിന് അതിന്റെ പേരിൽ നടക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ പോലും അംഗീകരിക്കുവാൻ കഴിയുമായിരുന്നില്ല. 1930കളിലെ മഹാമാന്ദ്യത്തിന്റെ കാലത്ത് അമ്മമാരെ സഹായിക്കുന്നതിനായി ചാരിറ്റികൾ മാതൃദിനത്തിൽ ധനസമാഹരണ പരിപാടികൾ നടത്തിയതിനെതിരായും അവർ പ്രതികരിച്ചു. ഇതൊരു യാചക ദിനമാക്കാൻ അവൾ ആഗ്രഹിച്ചില്ല എന്നാണ് ചരിത്രകാരി അന്റോളിനി ഇതേക്കുറിച്ച് പറഞ്ഞത്. ജാർവിസിനെ കുറിച്ച് പഠിക്കുമ്പോൾ സ്ത്രീകൾ നേരെ വിപരീതമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ആ കാലത്ത് അവർ അവിവാഹിതയായി സ്വതന്ത്രയായി ജീവിച്ചിരുന്നതായി കാണാം. എന്നാൽ ജാർവിസിന്റെ പ്രതിഷേധങ്ങളും നീരസങ്ങളും ന്യായമാണെന്ന് തോന്നുമെന്ന് അന്റോളിനി പറഞ്ഞതായി വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ മാതൃത്വം എന്താണെന്നതിനെക്കുറിച്ച് ജാർവിസിന് സങ്കുചിതമായ വീക്ഷണമുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു. അതേസമയം 2006 മുതൽ വാർഷിക ചെലവ് ക്രമാനുഗതമായി വർദ്ധിച്ചുകൊണ്ടിരുന്ന US-ലെ ഏറ്റവും ലാഭകരമായ അവധി ദിവസങ്ങളിലൊന്നായി മാതൃദിനം അക്കാലത്ത് മാറിയിരുന്നു എന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് അവകാശപ്പെടുന്നത്.